അതുപോലെ ഐഡിയ സ്റ്റാർ സിംഗറിലെ അമൃത സുരേഷിന്റെ അച്ഛൻ സുരേഷ് സാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. സുരേഷ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയതിനു ശേഷമാണ് അദ്ദേഹം മരിച്ചത്. അപ്പം ഇങ്ങനെ കുറെ പ്രോഗ്രാം ഫ്ലൂട്ട് അദ്ദേഹം സുരേഷ് സാർ അദ്ദേഹം പറഞ്ഞു എനിക്കും ഇടയ്ക്ക് ഇവിടെ വന്ന് താമസിക്കാൻ പറ്റുമോ? കാരണം വെച്ചാൽ ഈ മനുഷ്യന്മാരുടെ കൂടെ ഞങ്ങളൊരു 10-40ഓളം പേരുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം ഇരുന്ന് ചർച്ച ചെയ്യൽ പരിപാടി. അമൃത സുരേഷിന് അച്ഛൻ അവസാന കാലം കഴിച്ചു കൂട്ടിയത് വൃദ്ധസദനത്തിലായിരുന്നു. ഇതാണ് ഇന്നത്തെ പലയിടത്തെയും ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. നമുക്കറിയാം അമൃത സുരേഷിന് അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ ഏകദേശം 1-2 വർഷത്തോളമായി. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചർച്ച സംഭവിച്ചത്? അതിലേക്ക് വഴി വെച്ചത് എന്താണ്? ഇനി ശരിക്കും അമൃത സുരേഷിന് അച്ഛൻ അവസാന കാലം കഴിച്ചു കൂട്ടിയത് വൃദ്ധസദനത്തിലായിരുന്നു? ഇതിന്റെ സത്യാവസ്ഥ പരിശോധിക്കലാണ് നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത്. എനിവേ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എല്ലാത്തിന്റെയും തുടക്കം എന്ന് പറയുന്നത് 24 ന്യൂസിലെ തമ്മിൽ എന്ന് പറയുന്ന പരിപാടിയിൽ നിന്നാണ്. ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എല്ലാ ദിവസവും 24 ന്യൂസിൽ നടക്കുന്ന ഒരു പരിപാടിയാണിത് അല്ലെ. എന്താണ് സംഭവം? ശ്രീകണ്ഠൻ നായർ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. ഓരോ ദിവസവും ഓരോ ടോപ്പിക് അവിടെ ചർച്ച ചെയ്യും. അതിനനുസരിച്ചുള്ള ഗസ്റ്റുകൾ അവിടെ കൊണ്ടുവരും. അത്യാവശ്യം സക്സസ്ഫുൾ ആയി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണിത്. അങ്ങനെ ഇരിക്കുന്നതിനിടക്കാണ് കഴിഞ്ഞ ദിവസം ഈ തമ്മിൽ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ വൃദ്ധസദനങ്ങൾ പെരുകുന്ന കേരളം എന്ന ടോപ്പിക് ചർച്ചാ വിഷയമാക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി കേരളത്തിൽ പലയിടത്തും വൃദ്ധസദനം നടത്തുന്നവരും അതുപോലെ തന്നെ വൃദ്ധസദനത്തിൽ കഴിയുന്ന പല വൃദ്ധന്മാരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വൃദ്ധന്മാരുടെ പല ഇമോഷണൽ സ്റ്റോറീസും അവരതിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. മക്കളെ നോക്കിയിട്ട് അവസാന കാലം മക്കൾ തിരിഞ്ഞു നോക്കാത്ത കഥകളൊക്കെ അവരവിടെ പങ്കുവെക്കുകയുണ്ടായി. സത്യം പറഞ്ഞാൽ വളരെ നെഞ്ചുലയ്ക്കുന്ന ഒരു എപ്പിസോഡായിരുന്നു അത്. കാണേണ്ടത് തന്നെയാണ് മക്കളെ. എന്നിരുന്നാലും ഈ പ്രോഗ്രാമിന്റെ ചർച്ചയിൽ അനിൽ ജോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഈ അനിൽ ജോസ് എന്ന് പറയുന്നത് മിത്രകുലം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി സെന്റർ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. എന്തായാലും ഇദ്ദേഹം ഈ പ്രോഗ്രാമിൽ വെച്ച് ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി. അതാണ് ആക്ച്വലി ഇന്ന് പല പ്രശ്നങ്ങൾക്കും കാരണമായി മാറിയിട്ടുള്ളത്. നമ്മൾ എന്തായാലും അനിൽ ജോസിന് ആ വെളിപ്പെടുത്തലൊന്ന് കണ്ടുനോക്കാം. അപ്പോ താങ്കളുടെ സ്ഥാപനം എങ്ങനെയാ പോകുന്നത് കാര്യം? നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. ഡൊണേഷൻ സ്വീകരിക്കില്ല. ഒരു പൈസയും വാങ്ങില്ല. പിന്നെ എങ്ങനെയാ ചെലവ് മീറ്റ് ചെയ്യുന്നത്? അവിടെ ഒരു കമ്മ്യൂൺ ഉണ്ട്. കമ്മ്യൂൺ എന്നാ പറയാ. അവിടെ ആണ് പെണ്ണ് എവിടെ വർക്ക് ചെയ്യുന്നത്? വൈറ്റിലേക്ക്. എത്ര പേരുണ്ട് ഇപ്പോ ഇന്ന് നോക്കുകയാണെങ്കിൽ 12 പേര്. ആണ് പെണ്ണ് ട്രാൻസ് സിംഗിൾ പേരന്റ് ലിവിംഗ് ടൂതർ LGBT സീനിയർ സിറ്റിസൺ മാരീഡ് ഡൈവോഴ്സ്ഡ് ഡിസേബിൾഡ് കുഞ്ഞുങ്ങൾ അങ്ങനെ എല്ലാം ഇവിടെ പോകും. പ്രത്യേകിച്ച് വേർതിരിവൊന്നുമില്ല മക്കളെ. ഏതൊരാൾക്കും ഇങ്ങോട്ട് കയറി വരാം. എല്ലാവരും ഒരുമിച്ചാണ്. മനുഷ്യന്മാരുടെ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ചാണ് താമസിക്കുക. അവിടുത്തെ 4 കണ്ടീഷൻസാ പറയുന്നത്. ഒന്ന്, ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നവരെ നമ്മുടെ കൂടെയുള്ള ശരീരത്തിന് ഹാനികരമായ എന്തെങ്കിലും ശീലമുള്ളവർക്ക് താമസ സൗകര്യം ഇല്ല. മയക്കുമരുന്ന്, പുകവലി, അത്തരം ശീലമുള്ളവർക്ക് അത് ഉപയോഗിച്ചിടാനല്ല, ആ ശീലമുള്ളവർ നമ്മൾ എടുക്കില്ല. രണ്ടാമത്തെ കാര്യം സ്വന്തം ചെലവെടുക്കണം. മൂന്നാമത്തെ കാര്യം പാലിയേറ്റീവ് കെയർ ഇല്ല, നമുക്ക് സംവിധാനമില്ല. സ്വന്തം കാര്യം നോക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഒരു സത്രം പോലെ വർക്ക് ചെയ്യുന്ന സ്ഥാപനം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് താമസിക്കാനുള്ള സൗകര്യം മാത്രം ഇവർ ചെയ്തു തരും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കൊള്ളണം. ഫുഡ് നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കണം. നമ്മുടെ പരിചരണം നമ്മൾ തന്നെ സ്വയം നോക്കണം. നമ്മുടെ A to Z കാര്യങ്ങൾ നമ്മൾ തന്നെ സ്വയം ചെയ്തോളണം. അങ്ങനെയുള്ള ഒരു സംഭവമാണിത്. ഇവിടെ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഈ ടിപ്പിക്കൽ വൃദ്ധസദനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം അല്ലെ. എന്തായാലും തന്നെ സ്ഥാപനത്തെ പരിചയപ്പെടുത്തി തന്നതിന് ശേഷം ഈ തുടർന്ന് ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അവിടെയാണ് പോയിന്റ് കിടക്കുന്നത്. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടോക്കാം. അതേസമയം ഇതിനു മുമ്പ് MM ലോറൻസിന്റെ മകൻ അഡ്വക്കേറ്റ് എബ്രഹാം ലോറൻസ് 8 മാസത്തോളം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഒരു ബൈസ്റ്റാൻഡർ നിർത്തിയിട്ട്. അതുപോലെ ഐഡിയ സ്റ്റാർ സിംഗറിലെ അമൃത സുരേഷിന്റെ അച്ഛൻ സുരേഷ് സാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയതിനു ശേഷമാണ് അദ്ദേഹം മരിച്ചത്. അപ്പം ഇങ്ങനെ കുറെ പ്രോഗ്രാം ഫ്ലൂട്ട് അദ്ദേഹമാണ് വളരെ ഫേമസ് ആയ ആർട്ടിസ്റ്റ്. മകള് ആ പ്രോഗ്രാം വേണ്ടി വന്ന ഫേമസ് ആയതാണ്. അതർവൈസ് ബോൺ ആയിട്ടുള്ള ടാലന്റ് ഉള്ള അദ്ദേഹത്തിനാണ്. അദ്ദേഹം നമ്മുടെ അടുത്ത് പ്രോഗ്രാം ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അവിടെ നിന്നാണ് പ്രോഗ്രാമൊക്കെ പിന്നെ പോയിക്കൊണ്ടിരുന്നത്. ഇദ്ദേഹത്തിന് ഈ വാക്കുകളാണ് ഇപ്പൊ കോൺട്രവേഴ്സ്യൽ ആയി മാറിയിട്ടുള്ളത്. അതായത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ അമൃത സുരേഷിന് അച്ഛനായിട്ടുള്ള സുരേഷ് കുറച്ചു കാലം താമസിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇതെടുത്തിട്ടാണ് ഇന്ന് പലരും പല രീതിയിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് ഈ ഒരു ക്ലിപ്പ് കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പലതും തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ഇപ്പൊ ഞാൻ പോലും ഈ ക്ലിപ്പ് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം മാത്രം 24 ന്യൂസുകാർ കട്ട് ചെയ്തിട്ട് ഒരു റീലാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ റീലാണ് ആദ്യം കാണുന്നത്. അന്നേരം ഞാൻ ചിന്തിച്ചു പോയതും അത് തന്നെയായിരുന്നു. ഇനി അവസാന കാലം അമൃത സുരേഷിന് അച്ഛൻ വൃദ്ധസദനത്തിലാണോ കഴിഞ്ഞത്? അമൃത സുരേഷ് അച്ഛനെ തിരിഞ്ഞു നോക്കിയിട്ടില്ലായിരുന്നു. അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ. അമൃത സുരേഷ് അത്തരത്തിൽപ്പെട്ട ഒരാളല്ലല്ലോ എന്നായിരുന്നു ഞാൻ അന്നേരം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ കഷ്ടപ്പെട്ട് തപ്പി ഈ തമ്മിൽ എന്ന പ്രോഗ്രാം എടുക്കുന്നത്. അതിന്റെ ഫുൾ എപ്പിസോഡ് ഞാൻ അടിച്ചടിച്ച് കണ്ടു നോക്കുന്നത്. അന്നേരമാണ് ഇതാണ് സംഭവം എന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇദ്ദേഹം തുടർന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും അന്ന് കണ്ടുനോക്കാം. എന്ത് കാരണം നമ്പർ ലിമിറ്റ് ചെയ്യാൻ കാര്യം ഇപ്പൊ 12 പേരേ ഉള്ളൂ. അല്ല, ഈ പ്രോഗ്രാം കഴിയുന്നതോടെ ചിലപ്പോൾ 12,000 ആൾക്കാരെ കിട്ടിയെന്ന് വരും. അല്ല, അത് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് ഈ ഇവരൊക്കെ ചെയ്യുന്ന കാര്യം വലിയ പുണ്യപ്രവൃത്തിയാണ്. എത്രയോ പേര് സ്വന്തം വീട്ടില് ഒറ്റയ്ക്കായി പോകുന്നവര്, സ്നേഹമില്ലാതായി പോകുന്നവര്, പല വീട്ടിലും സ്വത്ത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അച്ഛനും അമ്മേനെയും പിന്നെ പട്ടിയുടെ വില പോലും, പട്ടിക്ക് വിലയില്ല എന്നല്ല ഞാൻ പറഞ്ഞു,
വില പോലും കൽപ്പിക്കാത്ത ഇടത്ത് അവർക്ക് സ്നേഹത്തോടു കൂടി പലരും ആ സ്നേഹം കൊടുക്കുകയും ഒരുമിച്ചിരിക്കാനുള്ള സാഹചര്യം വളരെ നല്ല കാര്യമാണ്. അതെ. എനിക്ക് ഒരു സ്റ്റെപ്പും കൂടി പറയാനുള്ളത്, നമുക്ക് കുറെ ആക്ടിവിറ്റീസ് ആണ്. നേരത്തെ ചോദിച്ചല്ലോ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോ ഞങ്ങളുടെ അവിടെ പെയ്ഡ് സ്റ്റാഫ് ഇല്ല. എല്ലാരും കൂടി ആദ്യം എഴുന്നേക്കുന്ന ഭക്ഷണം ഉണ്ടാക്കുക, അടുത്ത നേരത്തെ വേറെ ആൾ ഉണ്ടാക്കുക. ആൾക്കാർ അവസാനം എഴുന്നേക്കുന്ന ആളായി മാറുകയാണ്. അങ്ങനെ ആയാലും കുഴപ്പമില്ല. രണ്ടാമത്തെ നേരം, ആദ്യത്തെ നേരം മാത്രമല്ലോ, രാവിലെ മാത്രമല്ലോ ഭക്ഷണം ഉണ്ടാക്കേണ്ടത്, അടുത്ത നേരം അവരുണ്ടായിക്കോളും. ആദ്യം നമ്മളിങ്ങനെ ഉപദ്രവിക്കാറില്ല. നമ്മൾ കുറെ ആക്ടിവിറ്റീസ് ഉള്ളത്. അവിടെ ആക്ടിവിറ്റീസ് ഒന്ന് യൂസ്ഡ് ക്ലോത്ത് ബാങ്ക് ആണ്. നമ്മൾ ആൾക്കാർക്ക് ഓരോ തൊഴിൽ കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. എനിക്കൊരു കുഞ്ഞു വിയോജിപ്പുള്ളത്, ഈ സ്നേഹത്തോടെ കഴിയുന്ന സ്ഥലത്തും അവർക്ക് ചെയ്യാൻ പറ്റുന്ന പണികൾ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവണം. ഇത് ഈ ഭക്ഷണം മാത്രം കൊടുക്കുന്നതായി മാറാതെ അവിടെ അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുകൾ പുറത്തു കൊണ്ടുവരണം. ഇപ്പൊ നമ്മളൊക്കെ അമ്മമാരൊക്കെ എന്തോരം കാര്യങ്ങൾ ചെയ്യാനറിയാം, പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ അല്ലാതായി പോകുന്ന സംശയം. ഓക്കെ, വളരെ വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെ. പലപ്പോഴും നമ്മൾ ഈ വൃദ്ധസദനങ്ങളിലും അനാഥ മന്ദിരങ്ങളിലും ഒക്കെ കണ്ടുവരുന്ന ഒരു പ്രവണത എന്താണെന്ന് വെച്ചാണെങ്കിൽ അവരെ നന്നായിട്ട് പരിചരിക്കും, അവർക്ക് നല്ല ഫുഡ് കൊടുക്കും, അത്രേ ഉണ്ടാകത്തുള്ളൂ. അവിടെ വരുന്ന ആളുകളുടെ കലാപരമായിട്ടുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാനോ അവരുടെ കഴിവുകളെ പുറത്തെടുക്കാനുള്ള ഒരു സാഹചര്യങ്ങളൊന്നും ഇത്തരം സ്ഥലങ്ങളിൽ ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വിപരീതമായിട്ടാണ് ഈ കമ്മ്യൂണിറ്റി സെന്റർ പ്രവർത്തിക്കുന്നത് അല്ലെ. അവിടെ വരുന്ന ആളുകളുടെ ടാലന്റ് പുറത്തെടുക്കാനുള്ള ഒരു സാഹചര്യം ഈ പറയുന്ന കമ്മ്യൂണിറ്റി സെന്റർ ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ രണ്ടാണ് ഗുണം. കഴിവുള്ള ആളുകൾക്ക് അവരുടെ കഴിവ് പുറത്തെടുക്കുകയും ചെയ്യാം, മറ്റുള്ള ആളുകൾക്ക് അത് വരെ എന്റർടൈൻമെന്റ് കിട്ടുകയും ചെയ്യും. പ്രത്യേകിച്ച് ബോറിംഗ് ഒന്നും ഇല്ലാതെ നമുക്ക് അവിടെ കഴിച്ചു കൂടാമെന്നുള്ളതാണ്. ജോലിയായിട്ട് അങ്ങ് ജീവിച്ചു പോകാം. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അമൃത സുരേഷിന് അച്ഛനെ പോലുള്ള ആളുകൾ അവസാന കാലഘട്ടങ്ങളിൽ ഇത്തരം സ്ഥലങ്ങളൊക്കെ തിരഞ്ഞെടുത്തത്. എന്നിരുന്നാലും ഈ അനിൽ ജോസ് എന്ന് പറയുന്ന വ്യക്തി 24 ന്യൂസിലെ തമ്മിൽ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ വെച്ച് ഈ സംഭവം അങ്ങ് പറഞ്ഞു. അതോടെ ആ വീഡിയോക്ക് താഴെ അമൃത സുരേഷിനെ കോട്ട് ചെയ്തുകൊണ്ട് ചില കമന്റുകളൊക്കെ വരാൻ തുടങ്ങി. ഞാൻ ആ കമന്റുകളൊന്ന് വായിച്ചുതരാം. അമൃത സുരേഷിന് അച്ഛൻ അവിടെയായിരുന്നു, ഇനി അമൃത സുരേഷ് ഇന്റർവ്യൂ പ്രതീക്ഷിക്കാം, ഇത് കഴിയുമ്പോൾ അമൃത സുരേഷ് എയറിലാകും. ഇങ്ങനെ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ കമന്റുകളൊക്കെ വന്നതിന് പിന്നാലെയാണ് പല റിയാക്ഷൻ ബ്ലോഗേഴ്സും ഈ ക്ലിപ്പ് എടുത്ത് കൊണ്ടുപോയി റിയാക്ട് ചെയ്യുന്നതും ഇതൊരു ചർച്ചാ വിഷയമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. എന്തായാലും സംഭവം അത്യാവശ്യം ചർച്ചയായതോടെ ഈ അനിൽ ജോസ് എന്ന് പറയുന്ന വ്യക്തി തന്നെ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ എന്നോണം ഇന്നലെ ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അങ്ങോട്ട് കണ്ടോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനിൽ ജോസ് ആണ്. മിത്രകുലം എന്ന് പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു കമ്മ്യൂൺ ഉണ്ട് നമുക്കിവിടെ. ആണും പെണ്ണും ട്രാൻസും സിംഗിൾ പേരന്റും ലിവിംഗ് ടൂറും LGBT-യും സീനിയർ സിറ്റിസണും മാരീഡും ഡൈവോഴ്സും ഡിസേബിൾഡ് ഒരുമിച്ച് താമസിക്കുന്നത്. ഇത് ഒരു അനാഥാലയമല്ല. ഇവിടെ വീടുകളിൽ നിന്ന് ഒഴിവാക്കിയ ആൾക്കാർക്ക് വന്ന് താമസിക്കാനുള്ള ഇടമല്ല. ഇവിടെ എല്ലാത്തിനും മനുഷ്യർ ഒരുമിച്ച് താമസിക്കുന്ന ഇടമാണ്. ഈ കഴിഞ്ഞ ദിവസം 24 ചാനലിൽ വന്നിരുന്ന പ്രോഗ്രാം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. തമ്മിൽ എന്ന പ്രോഗ്രാമിനകത്ത് ഞാനും ഉണ്ടായിരുന്നു. അതിനകത്ത് പങ്കെടുത്ത മറ്റെല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു അനാഥാലയമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരുന്നു. അപ്പൊ അവരെല്ലാം ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ പറയാൻ ശ്രമിച്ച് അനാഥാലയങ്ങളല്ല വേണ്ടിയത്, പകരം കമ്മ്യൂണുകളാണ്. മനുഷ്യന്മാർ ഒരുമിച്ച് താമസിക്കുന്ന ഇടം. പണ്ട് നമ്മൾ ഗോത്രങ്ങളായിട്ട് താമസിച്ചിരുന്നു, അതിനുശേഷം വലിയ ജോയിന്റ് ഫാമിലി ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ അണുകുടുംബങ്ങളായി മാറി വന്നവരോട് പലർക്കും പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. കുടുംബങ്ങളാകുമ്പോഴത്തേ പല പല പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് അങ്ങനെ വരുന്നവർക്കെല്ലാം താമസിക്കാനുള്ള സ്പേസ് ആയിട്ട് കമ്മ്യൂണൽ ഉണ്ടാകണം എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, നാട്ടുകാർക്ക് അറിയുന്ന രണ്ടുപേരുടെ പേര് പറഞ്ഞിരുന്നു. അഡ്വക്കേറ്റ് എബ്രഹാം ലോറൻസ്, MM ലോറൻസിന്റെ മകൻ അഡ്വക്കേറ്റ് എബ്രഹാം ലോറൻസ്, അതേപോലെ തന്നെ അമൃത സുരേഷിന്റെ അച്ഛൻ, ഐഡിയ സ്റ്റാർ സിംഗറിലെ ഫേമസ് ആയ അമൃത സുരേഷിന്റെ അച്ഛൻ സുരേഷ് സാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പം കമ്മ്യൂണായിട്ട് ജീവിക്കാനുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ വന്നിരുന്നത്. എബ്രഹാം ലോറൻസ് സാറിനെ ആണെങ്കിൽ ആദ്യത്തെ സ്ട്രോക്ക് കഴിയുമ്പോൾ എനിക്കറിയില്ല, രണ്ടാമത്തെ സ്ട്രോക്ക് കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുന്നേറ്റ് നടന്നതിന് ശേഷമാണ് എൻ്റെ അടുത്ത് വന്നത്, വർത്താനം പറഞ്ഞത്, സംസാരിച്ച് ബന്ധപ്പെട്ടു. അപ്പോഴത്തേക്കാണ് പറഞ്ഞു ഞാനില്ല, ഇങ്ങനെ കമ്മ്യൂണിലാണ് എനിക്ക് താമസിക്കേണ്ടത്, എനിക്കിനി വീടുകളല്ല താമസിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അവിടെ താമസിച്ചത്. അതുപോലെ ഈ സുരേഷ് സാർ അദ്ദേഹത്തിന്റെ അമ്മയും കൊണ്ടാണ് ആദ്യം വന്നത്, 96 വയസ്സുള്ള അമ്മ. അപ്പം അമൃത മാമിന്റെയും ഇവരുടെയൊക്കെ കൂടെ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് ഈ അമ്മ ഒറ്റയ്ക്കായി പോകുന്ന ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കമ്മ്യൂണി അന്വേഷിച്ചു വന്ന് കണ്ടെത്തിയതാണ്. അപ്പോൾ അമ്മ അവിടെ കുറെ കാലം താമസിച്ചു, 1-2 മാസം അവിടെ താമസിച്ചിരുന്നു. അപ്പോൾ ഒരു ബൈസ്റ്റാൻഡർ നിർത്തിയിട്ടാണ് താമസിച്ചിരുന്നത്. അതിനുശേഷം അമ്മ പോയി കഴിഞ്ഞ ശേഷം സുരേഷ് സാർ ഞങ്ങളുടെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു ട്രസ്റ്റി ആയിട്ട് നമുക്ക് ഒരു ഫോർമാലിറ്റീസ് ട്രസ്റ്റി ആയിട്ട് ജോയിൻ ചെയ്തു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു എനിക്കും ഇടയ്ക്ക് ഇവിടെ വന്ന് താമസിക്കാൻ പറ്റുമോ, കാരണം വെച്ചാൽ ഈ മനുഷ്യന്മാരുടെ കൂടെ ഞങ്ങളൊരു 10-40 പേരുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം ഇരുന്ന് ചർച്ച ചെയ്യൽ പരിപാടികളൊക്കെയാണ്. ഓരോരുത്തരും അവരുടെ എക്സ്പെൻസ് എടുക്കണം. അവിടെ 4 കണ്ടീഷൻസ് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഈ മദ്യം മയക്കുമരുന്ന് പോലുള്ള ശീലങ്ങളില്ലാത്തവർ, കാരണം വെച്ചാൽ അന്തസ്സോടെ ജീവിക്കുന്ന സമയത്ത് ഇതൊന്നും ആവശ്യമില്ല. ജീവിതം തന്നെയാണ് സ്പിരിറ്റ്. ഓക്കെ, അതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ അമൃത സുരേഷ്
അമൃത സുരേഷിന് അച്ഛനും ഇടക്കാലത്ത് ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടായപ്പോൾ അവർ ഒരുപാട് ബിസി ആയപ്പോൾ അമൃത സുരേഷിന് അച്ഛന്റെ അമ്മയെ ഇടക്കാലത്ത് ഒന്ന് കൊണ്ടാക്കാൻ വന്ന സ്ഥലമായിരുന്നു ഇത്. അങ്ങനെ 1-2 മാസം ഈ പറഞ്ഞ അമൃത സുരേഷിന് അച്ഛന്റെ അമ്മ അവിടെ താമസിച്ചു. അങ്ങനെ അമ്മയെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്ന സമയത്താണ് അവിടുത്തെ രീതികളിൽ ഈ പറയുന്ന അമൃത സുരേഷിന് അച്ഛൻ അട്രാക്റ്റഡ് ആവുന്നതും പുള്ളിക്കാരൻ അവിടെ കുറച്ചു കാലം താമസിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് അദ്ദേഹം അവിടെ താമസിക്കാൻ ആരംഭിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലെ. അമൃത സുരേഷിന് അച്ഛൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായതിൽ നമുക്ക് ഒരിക്കലും തെറ്റ് പറയാൻ പറ്റത്തില്ല അല്ലെ. കാരണം വയസ്സാം കാലത്ത് ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങൾ. ചിലരെ സംബന്ധിച്ചിടത്തോളം വയസ്സാം കാലത്ത് വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ചടിഞ്ഞുകൂടി ഇരിക്കുന്നതിനേക്കാളും ഇഷ്ടം ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പോയി ആളുകളായിട്ടൊന്ന് മിങ്കിൾ ചെയ്ത് ഒന്ന് എൻജോയ് ചെയ്ത് താമസിക്കാനായിരിക്കും പലരും ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ആഗ്രഹം അമൃത സുരേഷിന് അച്ഛനും ഉണ്ടായി. ആ ആഗ്രഹത്തിന്റെ ഭാഗമായി അവരവിടെ കുറച്ചു കാലം വന്ന് താമസിച്ചു. അതിന് ആ രീതിയിൽ കണ്ടാൽ മതി. അല്ലാതെ അമൃത സുരേഷ് അച്ഛനെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ചെന്ന് തള്ളി അമൃത സുരേഷ് അവസാന കാലം അച്ഛനെ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളൊരു നാരേറ്റീവ് അവിടെ കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അമൃത സുരേഷിന് അച്ഛൻ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ആഗ്രഹപ്രകാരമാണ് അവിടെ പോയി താമസിച്ചത്. അത് ഈ അനിൽ ജോസിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അല്ലെ. ഇവിടെ ആക്ച്വലി അമൃത സുരേഷിനെ നമ്മൾ കല്ലെറിയുന്നതിന് പകരം അമൃത സുരേഷിനെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അമൃത സുരേഷിന് അച്ഛൻ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവാണ്. കുറച്ചു കാലം ആ കമ്മ്യൂണിറ്റി സെന്ററിൽ പോയി താമസിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവാണ്. അത് അച്ഛൻ അമൃത സുരേഷിനോട് പറയാണ്, ഞാൻ കമ്മ്യൂണിറ്റി സെന്ററിൽ കുറച്ചു കാലം താമസിക്കാൻ പോവാണ് എന്നുള്ള ഒരു ആഗ്രഹം അങ്ങ് പറയാണ്. ഇങ്ങനെ ഒരു പാരന്റ് പറയുന്ന പക്ഷം നമ്മുടെ സാധാരണ മക്കൾ എന്താണ് തിരിച്ചു പറയാറ്? മിണ്ടാതെ അവിടെ ഇരുന്നോ, ഇനി അവിടെ പോയി താമസിച്ചിട്ട് വേണം. അവസാന കാലം മക്കൾ ആരും അച്ഛനെ തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ ഓരോന്നും ആളുകൾ പറഞ്ഞുണ്ടാക്കാൻ. നിങ്ങൾ മിണ്ടാതെ മൂലക്കലെങ്ങാൻ അവിടെ അടങ്ങിയിരിക്കാൻ നോക്കി, നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തുതരാം എന്നായിരിക്കും ഒട്ടുമിക്ക മക്കളും മറുപടി പറയുക അല്ലെ. പക്ഷെ അതിൽ നിന്നൊക്കെ വിപരീതമായിട്ടുള്ള ഒരു മറുപടിയാണ് ഇവിടെ അമൃത സുരേഷ് അച്ഛന് കൊടുത്തത്. അച്ഛന് ഇഷ്ടം എന്താണോ അതുപോലെ അച്ഛന് ചെയ്യാം. അച്ഛന് ഇനിയിപ്പോ കുറച്ചു കാലം അവിടെ പോയി താമസിക്കണോ, താമസിച്ചോ. ഇനി അതല്ല ഞങ്ങളുടെ കൂടെ താമസിക്കാനാണ് താല്പര്യം, താമസിച്ചോ, ഒരു കുഴപ്പമില്ല, അച്ഛൻ ഇഷ്ടമുള്ള പോലെ ചെയ്യാം എന്നുള്ളൊരു മറുപടിയാണ് അമൃത സുരേഷ് അവിടെ കൊടുത്തത് അല്ലെ. ആക്ച്വലി അത് നല്ലൊരു മറുപടി അല്ലേ. അച്ഛന്റെ സ്വാതന്ത്ര്യത്തെ മകൾ അവിടെ റെസ്ട്രിക്ട് ചെയ്യുന്നില്ല എന്നല്ല അത് കാണിച്ചു തരുന്നത്. അമൃത സുരേഷ് നല്ലൊരു മകളാണ് എന്ന് തെളിയിക്കാൻ ഇതിനു വലുത് എന്താണ് വേണ്ടത്? ആക്ച്വലി അതൊരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഇതും പറഞ്ഞ് ആരും അമൃത സുരേഷിനെ കല്ലെറിയേണ്ട യാതൊരു ആവശ്യമില്ല. എന്നാലും മക്കളെ കേട്ടോ. അപ്പം ടൗണിലായതുകൊണ്ട് പാലാരോട്ടത്തായതുകൊണ്ട് പല സമയത്തും പ്രോഗ്രാം പോകാനൊക്കെ എളുപ്പമാണ്. അപ്പം ഈ സുരേഷ് സാർ വരുന്ന സമയത്തും ഈ അമൃതയോ മറ്റേ അഭിരാമിയോ അവരാരൊക്കെ കൂടെ ഉണ്ടായിരുന്നു, ഈവൻ വൈഫ് പോലും ഉണ്ടായിരുന്നു എന്റെ ഓർമ്മ. അതിനുശേഷം പ്രോഗ്രാം പോകുന്ന സമയത്ത് ഇവർ ഒരുമിച്ച് പല സമയത്തും ഇവിടെ വന്നിട്ട് അച്ഛനെ പിക്ക് ചെയ്ത് സുരേഷ് സാറിനെ പിക്ക് ചെയ്താണ് പോകാറുണ്ടായിരുന്നത്. ഇത് അനാഥാലയമല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്പേസ് ആണ്. നിങ്ങൾ ഇടയ്ക്ക് ടൗണിൽ പോകുമ്പോഴത്തേക്ക് ഹോട്ടലിൽ പോയി താമസിക്കില്ല, അനാഥാലയം അല്ലല്ലോ. നിങ്ങൾ പേ ചെയ്ത് താമസിക്കുകയാണ്. നമ്മുടെ സ്പേസിലും പേ ചെയ്ത് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നത്. അവിടെ ഡെയിലി ബേസിലോ അല്ലെങ്കിൽ മന്ത്ലി ബേസിലോ താമസിക്കാമെന്നുള്ള സൗകര്യം മാത്രം ഉണ്ടായിരുന്നു. അപ്പം കുക്ക് ചെയ്യുന്നതിനകത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് സഹായിക്കും. നമുക്കിവിടെ കുക്ക് ചെയ്യാൻ ആളുണ്ടായിരുന്നെങ്കിൽ പോലും ഈ ആൾക്കാരെല്ലാം സുരേഷ് ഉൾപ്പെടെ ആൾക്കാർ ഒരുമിച്ചാണ് അതിനകത്ത് ഇടപെട്ടിരുന്നത്. ആഘോഷങ്ങൾ നമ്മൾ ഒരുമിച്ചായിരുന്നുണ്ടായിരുന്നത്. അവിടെ വരുന്ന ഓരോരുത്തരും ബർത്ത്ഡേ ഒരുമിച്ചാണ് ആഘോഷിച്ചുകൊണ്ടിരുന്നത്. നമ്മളത് വീണ്ടും വീണ്ടും പറയാനുള്ളത് അത് അനാഥാലയം അല്ല. അങ്ങനെ അനാഥാലയത്തിലുള്ള ആൾക്കാർക്ക് താമസിക്കാനുള്ള സ്പേസ് അല്ല. ഷോർട്ട് സ്റ്റേ ഹോം അതിന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രശ്നത്തിനാവുന്നവർക്ക് വന്ന് താമസിക്കാം. ഈ സുരേഷ് സാർ മുതൽ കുറെ ആൾക്കാർ അവർക്ക് കമ്മ്യൂണിൽ ഇങ്ങനെ ഒരുമിച്ച് താമസിക്കുന്ന എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ വന്ന് താമസിക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇങ്ങനെ കമ്മ്യൂണിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേൽ പോലുള്ള സ്ഥലങ്ങളിൽ കിബൂട്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം ഇതുപോലെ കമ്മ്യൂണാണ്. ആ കമ്മ്യൂണിൽ ഒരുമിച്ച് താമസിക്കുകയാണ് ചെയ്യുക. അതേപോലെ സംവിധാനം പാലാരിവട്ടത്ത് നമ്മൾ താമസിച്ചിരുന്നത്. പിന്നെ അദ്ദേഹം അവിടുന്ന് പോയതിനെ കുറിച്ച് നമ്മൾ 21 മാസം കഴിയുമ്പോഴത്തേക്ക് ഫിനാൻഷ്യലി ഇത് വയബിൾ ആകാതെ വന്നതോടുകൂടി നമ്മൾ 2023 മെയ്യിൽ നമ്മൾ അവിടുന്ന് വെക്കേറ്റ് ചെയ്തു. അപ്പോൾ വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് സുരേഷ് സാർ പറഞ്ഞു, ഞാൻ എന്റെ വീട്ടിലേക്ക് തന്നെ മാറുകയാണ്. ഞാൻ നിങ്ങൾ പിന്നെ എടുത്തത് വയറ്റിലേക്ക് എടുത്ത് എരൂരിലേക്കാണ് ഞങ്ങൾ മാറുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത്രയും ദൂരത്തേക്ക് വരാൻ വയ്യ, അപ്പോൾ എനിക്ക് എന്റെ വീട്ടിൽ തന്നെ പോകുന്നതായിരിക്കും സൗകര്യം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ചെയ്ത്. പ്രോഗ്രാം എല്ലാം നടത്താൻ വേണ്ടി വന്ന സമയത്തും അതല്ലെങ്കിൽ തിരിച്ചു വരുന്ന സമയത്തും എല്ലാം അദ്ദേഹം നമ്മുടെ സ്ഥലത്താണ് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടിരുന്ന എനിക്ക് ഓർമ്മയുണ്ട്. പല സമയത്തും വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഞങ്ങളെല്ലാം ഷെയർ ചെയ്ത് കഴിക്കാറുണ്ട്. ഒന്നിലധികം പ്രാവശ്യം ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട്. എല്ലാ സമയത്തും ഞാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇവരുടെ പിന്നെ സുരേഷ് സാറിന്റെ വൈഫിനെ അല്ലെങ്കിൽ മക്കളെയൊക്കെ അവിടെ കണ്ടിട്ടുണ്ട്. അവർ കൊണ്ടുവന്നാക്കുന്നതും തിരിച്ചു പോകുന്നതും. ഇത് അനാഥാലയമല്ല. അങ്ങനെ അനാഥർക്ക് വന്ന് താമസിക്കാനുള്ള സ്പേസും അല്ലത്. ഇവിടെ മനുഷ്യന്മാർ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയുള്ളൊരു ഇടമാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ആൾക്കാർക്ക് മാറി നിൽക്കേണ്ട സമയത്ത് അങ്ങനെ മാറി നിൽക്കാം. അതിനൊന്നും ബുദ്ധിമുട്ടുള്ള സ്ഥലമല്ല. ഇവിടെ ഒരു കമ്മ്യൂൺ എന്ന് പറയുന്നത് മനസ്സിലാകാത്തത് കൊണ്ടാണ് ആ 24 ചാനലിലും അവസാനമായപ്പോഴത്തേക്ക് ആ അനാഥാലയങ്ങൾ നടത്തുന്ന ആൾക്കാരും പറഞ്ഞു വന്നത്, ഞങ്ങൾക്ക് അനാഥാലയങ്ങൾ ഇല്ലാത്ത ഒരു കേരളമാണ് ഞങ്ങളുടെ സ്വപ്നം. ഇതുപോലെ മനുഷ്യന്മാർ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലത്തേക്കാണ് എത്തേണ്ടതെന്നാണ് പറഞ്ഞത്. അതിന് മാതൃകയാവുന്ന രീതിയിലാണ് നമ്മൾ ഈ മിത്രകുലം എന്ന് പറയുന്ന കമ്മ്യൂൺ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഞാനിങ്ങനെ കുറെ വീഡിയോസ് ഇപ്പൊ കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറയാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ അമൃതയും അനിയത്തിയും കൂടി അമ്മയൊക്കെ കൂടി ചേർന്നിട്ട് സുരേഷ് ചേട്ടനെ അനാഥാലയത്തിൽ കൊണ്ടയാക്കി, സുരേഷ് ചേട്ടൻ മരിച്ചതിനകത്ത് കോൺട്രവേഴ്സി ഉണ്ട്, ദുരൂഹതയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഒട്ടും മനസ്സിലാകുന്നേ ഇല്ല. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ പ്രശസ്തരായ ആൾക്കാർ, അത് സ്ത്രീകളാണെങ്കിൽ
അവരെക്കുറിച്ച് അപവാദം പറയാന്ന് പറയുന്ന നല്ല രസമുള്ള പരിപാടിയാണെന്ന് അവർക്കും തോന്നി. ആ ചോര നല്ല രസമാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. അത് സത്യമാണ്. ഈ പ്രശസ്തരായ പെണ്ണുങ്ങളെ 4 കുറ്റം പറഞ്ഞ് അവരെ പബ്ലിക്കിന് മുന്നിൽ പിച്ച് ചീന്താൻ ഇട്ട് കൊടുത്ത് റീച്ച് ഉണ്ടാക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവിടെ. അത്തരത്തിലുള്ള ആൾക്കാർ തന്നെയാണ് ഈ വിഷയം ഇവിടെ എടുത്തിട്ട് വേറൊരു തലത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചതും. ഞാൻ ആരും പേരെടുത്ത് പറഞ്ഞ് വീണ്ടും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ ഇവിടെ ആക്ച്വലി പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഓൾറെഡി ഇപ്പൊ അമൃത സുരേഷിന് നല്ല ഹെയ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണെന്നുള്ളത് ഞാനായിട്ട് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും പറയാം. റീസെന്റ് പറയുന്ന അമൃത സുരേഷ് ഗോപി സുന്ദറുമായി ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിലായിരുന്നു. ഒരുപാട് വിമർശനങ്ങൾക്ക് വഴിവെച്ച ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു അത് കാരണമായി ഭയങ്കര ഹെയ്റ്റ് അമൃത സുരേഷിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ അമൃത സുരേഷിന്റെ മുൻ ഭർത്താവായിട്ടുള്ള ബാല പുള്ളിക്കാരൻ പല രീതിയിലും അമൃത സുരേഷിനെ അപമാനിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും പബ്ലിക്കിന് മുന്നിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാരണം ഒരുപാട് പഴി ഒരു കാലത്ത് അമൃത സുരേഷിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ബാലയുടെ തനി നിറം പുറത്തു വന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഏകദേശം ഓക്കെയാണ്. എന്നാലും അമൃത സുരേഷിന് ഇപ്പോഴും വെറുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അമൃത സുരേഷിന് ഒന്ന് സൈബർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഒരു കാരണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ മുന്നിലേക്ക് അമൃത സുരേഷിന് ഒന്ന് വലിച്ചു കയറാൻ വേണ്ടി ഒരു ടോപ്പിക് ഇട്ട് കൊടുക്കുക. അതാണ് ഇപ്പൊ ഇവിടെ പലരും ചെയ്തിട്ടുള്ളത്. വളരെ മോശമാണതെന്ന് പറയാതെ വയ്യ. എന്ത് സുഖമാണ് ഇവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും മോശം എന്നല്ലാതെ എനിക്കൊന്നും ഇതിനോട് പറയാനില്ല. എന്തായാലും ഇങ്ങനെ പറയാമല്ലോ, ബാക്കിയുടെ കേട്ടോക്കാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോസ് ഒക്കെ പ്രചരിക്കുന്നത് തോന്നുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം അങ്ങനെയേ അല്ല എന്നുള്ളതാണ്. അത് വളരെ രസകരമായിട്ട് ഇത് പക്ഷെ കേട്ടിട്ട് ഈ ഇങ്ങനെയുള്ള ഈ റിയാക്ഷൻ വീഡിയോസ് കണ്ടിട്ടോ കേട്ടിട്ടോ സുരേഷ് ചേട്ടനെ അറിയുന്ന അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഏതെങ്കിലും രീതിയിൽ വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ, സങ്കടമുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനും കൂടി അതിന് ഭാഗമാണല്ലോ എന്ന് ഓർത്ത് നിർവാചം നിങ്ങളോട് ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ എത്രയോ പേരാണ് ഇവിടെ വന്നിട്ട് ഞങ്ങൾ പല ദിവസവും ഞങ്ങളുടെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. സുരേഷ് ചേട്ടൻ പ്രോഗ്രാം അവതരിപ്പിക്കുന്നു. അപ്പം തബലടിക്കുന്ന ആൾ വരും, ഹാർമോണി അടിക്കുന്ന ആളും സുരേഷ് ചേട്ടൻ ഫ്ലൂട്ടാണ് ഉപയോഗിക്കുക. പാടുന്ന ആൾക്കാർ വരും. ഞങ്ങളുടെ ഇവിടെ താമസിക്കുന്ന പല കുട്ടികളും പാടുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ അവർ പാട്ട് പാടും. വൈകുന്നേരങ്ങളിൽ സംഗീത സാന്ദ്രമായിരുന്നു. അതൊന്നും ഒരു ഈ പറയുന്ന പോലെ മോശമായ സാധനമായിട്ടല്ല, നല്ല ഇഷ്ടത്തിലാണ് ചെയ്തത്. അപ്പം ഞാൻ പറയാൻ ശ്രമിച്ചത് ഇതാണ്, മിത്രകുലം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണാണ്. കമ്മ്യൂൺ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും. അതിന്റെ ലോക ചരിത്രം എടുത്ത് നോക്കാം. കേരളത്തിൽ തന്നെ അതിന് മാതൃകകളുണ്ട്, ഇന്ത്യയിലും പലയിടത്തും മാതൃകകളുണ്ട്. അവിടെ നമ്മളുടെ തീം അനുസരിച്ചാണ് പോവുക. അപ്പൊ ഇവിടെ ജീവിതം തന്നെ എനർജിയാക്കി, സ്പിരിറ്റാക്കി, അതൊരു അഡിക്ഷൻ ആക്കി കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ്. ജീവിതം ആഘോഷിക്കാൻ വേണ്ടി, സന്തോഷിക്കാൻ വേണ്ടി വന്ന് താമസിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ അടുത്തുള്ളത്. ഞാനും അനാഥാലയത്തിൽ വന്നില്ല. എന്റെ അമ്മയുണ്ട്, അമ്മ അവിടെ നിന്ന് താമസിക്കാറുണ്ട്, എന്റെ അങ്കിളും താമസിക്കാറുണ്ട്. അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ബന്ധുക്കൾ വന്ന് താമസിക്കാറുണ്ട് അവരുടെ റൂമുകളിലെല്ലാം. അപ്പൊ പാലാരിവട്ടത്ത് നിന്ന് ഇപ്പൊ വൈറ്റിലേക്ക് അടുത്തോട്ട് മാറിയത് കൊണ്ടാണ് 2023 മെയ് മാസം പിന്നെ സുരേഷ് ചേട്ടൻ അവിടെ നിന്ന് മാറിയത്. അല്ലാതെ അവിടെ നിന്ന് മാറിയിട്ട് കോൺട്രവേഴ്സി ഒന്നുമല്ല. അത്തരം കാര്യങ്ങളൊന്നും ഇല്ല എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാം വഴി സുരേഷ് ചേട്ടൻ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് അവിടെ വന്ന് പ്രോഗ്രാം അവതരിപ്പിച്ച അവർക്കോ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കോ മക്കൾക്കോ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ അദ്ദേഹത്തിന്റെ ആർക്കെങ്കിലുമെങ്കിലും, പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിനോട് വെച്ചാൽ അവരെല്ലാം അവിടെ വന്ന് ആഘോഷിച്ചാണ്. അവർക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോഗ്രാം കൊണ്ട് 24 ചാനൽ വന്ന പ്രോഗ്രാം കൊണ്ട് സങ്കടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഞാനും കൂടി ക്ഷമ ചോദിക്കുകയാണ്. ഓക്കെ, വളരെ നല്ല കാര്യം. നിങ്ങൾ കാരണം ഉണ്ടായ ഒരു പ്രശ്നത്തിന് നിങ്ങൾ തന്നെ മാപ്പ് ചോദിച്ചല്ലോ, വളരെ നല്ലത്. പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ, അത് മറ്റൊന്നുമല്ല. ഈ 24 ന്യൂസിൽ ആ തമ്മിൽ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ വെച്ച് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അമൃത സുരേഷിനെ അച്ഛനെ അവിടെ എടുത്തിടേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് കാര്യം ഒന്ന് പറഞ്ഞു പോകാമായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ചില സെലിബ്രിറ്റീസിന് അച്ഛന്മാരൊക്കെ ഞങ്ങളുടെ കൂടെ വന്ന് താമസിച്ചിട്ടുണ്ട് എന്ന് മാത്രം നിങ്ങൾക്ക് പറഞ്ഞു വെക്കാമായിരുന്നു. അവിടെ അമൃത സുരേഷിന് അച്ഛന്റെ കാര്യം നിങ്ങൾക്ക് അവിടെ സ്പെസിഫിക് ആയി എടുത്ത് പറയേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച എന്താണ്? വൃദ്ധസദനവും അവിടെ ഉപേക്ഷിക്കപ്പെടുന്ന വൃദ്ധന്മാരുടെ പ്രശ്നങ്ങളുമാണ്. ആ ഒരു വേദിയിൽ വെച്ച് നിങ്ങൾ എത്ര നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിലും നിങ്ങളുടെ കമ്മ്യൂണിറ്റി സെന്ററിൽ അമൃത സുരേഷിന് അച്ഛനെ വന്ന് താമസിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ അത് നെഗറ്റീവായി എടുക്കാനേ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ അമൃത സുരേഷിന് അച്ഛനെ പേര് വലിച്ചേക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും മാപ്പ് പറഞ്ഞ് തെറ്റ് തിരുത്തിയല്ലോ, വളരെ നല്ല കാര്യം. അപ്പൊ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒരു കടുപ്പ് വശം എന്ന് പറയുന്നത്. ഇനി ഇതൊക്കെ കണ്ടിട്ടും പലരും ചിന്തിക്കുന്നുണ്ടാകും, ശരിക്കും ഈ അമൃത സുരേഷിന് അച്ഛനോട് സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ലേ? വീട്ടിൽ താമസിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടായിരുന്നു കമ്മ്യൂണിറ്റി സെന്ററിൽ പോയി പുള്ളിക്കാരൻ അവസാന കാലം താമസിച്ചത് എന്നൊക്കെ ചിന്തിക്കുന്ന പലരും ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോ മറ്റൊന്നുമല്ല, ഈ അമൃത സുരേഷിന് അച്ഛൻ മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അമൃത സുരേഷ് അച്ഛന്റെയും അമ്മയുടെയും ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ചെറിയൊരു ഭാഗം കാണിച്ചു തരാം.
അതെ 34 ഇയേഴ്സ് ഓഫ് ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും കല്യാണം കഴിച്ചിട്ടുള്ളവർക്കും കല്യാണം കഴിക്കാനിരിക്കുന്നവർക്കും എനിക്കും ഒക്കെ എന്താണ് ഉപദേശം തരാനുള്ളത്? കല്യാണം കഴിക്കരുതെന്ന് മാത്രം പറയരുത്. അല്ല, നമ്മളെ കടലിലൂടെ ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു വലിയ തിരമാല വന്ന ആ തിരമാലയില് നമ്മൾ പെട്ട് ഇങ്ങനെ പൊങ്ങി നാടും അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ പോകും. സുനാമി വന്നാലോ? എന്ത് വന്നാലും. പക്ഷെ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ഇവിടെ ഒരു കരയുണ്ടെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആ കരയാണ് ആ പ്രതീക്ഷയാണ് മുമ്പോട്ട് പോണത്. അപ്പോ ജീവിതം അത്രയേ ഉള്ളൂ. ആ വലിയ കടലിൽ അച്ഛനെ പഞ്ചസാനും പമ്മച്ചൊറിയും കമോൺ കമോൺ 5 രൂപ. നമ്മള് ജനിച്ച പോലെ നമുക്കും ആരെങ്കിലും ജനിപ്പിക്കണം. അത് നമ്മുടെ കടമയാണ്. കല്യാണം കഴിക്കാന്നുള്ള ഇന്ത്യയിലെ ഒരു നിയമമാണ്. അത് ചെയ്യണം. അതായത് നല്ല കുട്ടികൾക്കൊക്കെ ഓക്കെ കല്യാണം കഴിക്കാണ്ടുള്ള അതൊരു നിയമപരമായിട്ടുള്ള എല്ലാത്തിനോട് കുഞ്ഞാമൃത് ഇപ്പോഴത്തെ അവസ്ഥയിൽ യോജിപ്പില്ല. നെക്സ്റ്റ് ജനറേഷൻ വരുമ്പോ ഞാൻ വേറെ ഡയലോഗ് പറയും. അതെന്തോ ഒരുമാതിരി അച്ഛൻ അമൃത സുരേഷിനെ കുത്തി പറഞ്ഞ പോലെ. എന്തായാലും ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഈ അച്ഛനും മക്കളും ഫുള്ളും മജാ മൂഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവര് ഫുള്ളും ചില്ല് മൂടാണ്. പിന്നെ അതിന്റെ അടുക്ക് അച്ഛനൊന്നൊരു പൂതി വന്ന് കുറച്ചു കാലം ഒന്ന് കമ്മ്യൂണിറ്റി സ്പ്ലെൻഡറിൽ പോയി ഒന്ന് കുറച്ചും കൂടെ നടിച്ചു പൊളിക്കാന്ന്. അങ്ങനെ മൂപ്പർ അവിടെ പോയി താമസിച്ചതാണ് സംഭവം. അത് അങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും അമൃത സുരേഷ് എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അമൃത സുരേഷിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതൊന്നും കണ്ട് നിങ്ങൾ ബോധപ്പെടാവേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി നിങ്ങൾ ഒരുപാട് പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോയ വ്യക്തിയാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്തില്ലേ, ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് വിടുക, അത്രേ ഉള്ളൂ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.